ആരാ? വക്കച്ചനാ. അകത്തേക്ക് വരാവോ? വീട്ടിൽ വരുന്നവരെ കുരിശു വീട്ടുകാര് അപമാനിക്കാറില്ല. ധൈര്യമായിട്ട് കയറി വരണം. നിന്ന് ചളുങ്ങാതെ കയറി വാടാ പിള്ളേരെ. വാശിമൂത്ത് കഴിയുമ്പോ ചില ചെറ്റത്തരമൊക്കെ കാണിക്കുമെങ്കിലും ഈ വക്കച്ചൻ അത്ര ദുഷ്ടനൊന്നുമല്ല. എന്റെ മോളുടെ കണ്ണ് നിറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനൊക്കത്തില്ല. എന്ന് വെച്ച് ഞാൻ പുണ്യാളാണെന്നും പറഞ്ഞ് നിങ്ങൾ നൊവേനയൊല്ലും ഒന്നും വേണ്ട. അത്യാവശ്യം വാശിയും വൈരാഗ്യവും ഒക്കെ കുരിശു വീട്ടുകാരോട് കാണിച്ചിട്ടുള്ള ആള് തന്നെയാ വക്കച്ചൻ. എന്നാൽ എന്റെ മോൾ ഇവിടുത്തെ വക്കീലായിട്ട് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എതിര് നിന്നിട്ടില്ല. എന്താ കാര്യം? അവളുടെ ഇഷ്ടവും അഭിപ്രായവും ഞാൻ മാനിക്കുന്നത് കൊണ്ട്. അല്ലാണ്ട് പിന്നെന്താ? അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആലോചനയുടെ കാര്യത്തിലും എന്റെ മോളുടെ ഇഷ്ടത്തെ ഞങ്ങൾ മാനിക്കുകയാണ്. എന്താ മനസ്സിലായില്ലേ? എടോ, നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. പിന്നെ എന്റെ മോളെ കല്യാണം കഴിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെന്നൊരൊറ്റ നിർബന്ധമേ എനിക്കുള്ളൂ. ഇയാള് മാമോദിസ മുങ്ങുന്നതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി. പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്റെ മോളെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത്, അല്ലേ? ആ നീയൊക്കെ എന്നാണ് പിള്ളേരെ ഒരുമാതിരി കഷായം കുടിച്ച പോലെ നിൽക്കുന്നത്? എടാ, ഇയാള് നിന്റെയൊക്കെ അളിയനായിട്ട് വന്നാൽ നീയൊന്നും പിന്നെ ഇടികൊള്ളണ്ടല്ലോ. അതോർത്തൊന്ന് സന്തോഷിക്കേ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയവരോട് മര്യാദയില്ലാതെ പെരുമാറിയതിന് പോയൊരു സോറി പറഞ്ഞ് മാപ്പ് പറ. കള്ളിന്റെ പുറത്ത് ഞങ്ങള് ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഒന്നും മനസ്സിൽ വെക്കരുത്. ഹേയ്, അതൊക്കെ ഞങ്ങൾ അപ്പോഴേ മറന്നില്ലേ. സത്യം പറഞ്ഞ ഇപ്പൊ വലിയ സന്തോഷായി. ഇനിയൊക്കെ മംഗളായിട്ട് നടന്നോളൂ. അപ്പൊ അടുത്ത ആഴ്ച വാവയുടെ മാമോദിസ, പിന്നെ പള്ളിപ്പെരുന്നാള്, അത് കഴിഞ്ഞ ഉടനടി കല്യാണം. എന്താ സമ്മതമല്ലേ? പ്രാർത്ഥന കഴിഞ്ഞതല്ലേ, വക്കച്ചായന് സ്തുതി കൊടുക്കുവാവേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും തമ്പുരാന് സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്താ വായിച്ചു മഴ? ഇപ്പൊ ഈ മാമോദിസ കഴിഞ്ഞപ്പോ നിന്റെ കാര്യം ഓർത്തേ. അതെ അച്ചോ, നാളെ വാവുച്ചിന് മാമോദിസല്ലേ, അത് കാരണം വാവുച്ചിക്ക് കിടന്നിട്ട് ഉറക്കം പറ്റില്ല. എടാ, മാമോദിസക്ക് ഇതാണ് ടെൻഷൻ എങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും അച്ചു? കൈതവിളപ്പിലെ കൊച്ചന്റെ മറ്റെടുത്തിയല്ലേ എന്റെ തലതൊട്ട മേഘമ്പോൾ. അവർക്കാണെങ്കിൽ 75 പ്രഷറും ഉണ്ട്. അച്ഛൻ എന്റെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോ അവരെന്നെ ഇങ്ങനെ എടുത്തോണ്ട് നിക്കണ്ടേ? നമുക്ക് 2 ലോഡുകാരെ ഏർപ്പാട് ചെയ്താലോ? വെറുതെ അല്ല നിന്നെ പോത്താന്ന് വിളിക്കുന്നത്. എടാ, അഡൾട്ട് ബാപ്റ്റിസത്തിന് എടുത്തോണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ വാവച്ചിനെ പിയേഴ്സ് സോപ്പിട്ട് കുളിപ്പിച്ചിട്ട് കൊച്ചു പിള്ളേരെ പോലെ സ്രഗ്യൊന്നും ഒളിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമില്ലാന്ന്. വേണമെങ്കിൽ കൊടുത്തോ, പക്ഷെ അതിന്റെ മീതെ ഒരു മുണ്ടും കൂടി കൊടുത്തേക്കണം. ഇവൻ അതിലും വലിയ പോത്തൻ. എടാ, നീ സാധാരണ വേഷത്തിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ മതി. മറ്റൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം മംഗളായിട്ടാണ്. വാവച്ചു വിട്ടോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഇങ്ങോട്ട് പോരൂന്ന്. വക്കീലിന് മനസ്സിലായോ ആരൊക്കെയാണെന്ന്? നിങ്ങളുടെ കാര്യം പറയാനേ തിരുമേനിക്ക് നേരമുള്ളൂ. ഏതായാലും ഇനി ഇവിടുന്ന് നിങ്ങളെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണോ പഠിക്കുന്നത്, സുഖല്ലേ? ഓ, ഇപ്പഴാ ഒരു സുഖായേ. തിരുമേനി, ഞങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഇന്ന് വൈകിട്ട് ഒരു കച്ചേരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നു കിടക്കുകയായിരുന്നു. ഇന്ന് കമ്മിറ്റിക്കാർ ഫോൺ ചെയ്തപ്പോഴാ ഓർത്തത്. എന്താ ശിവ, ഈ മാസം കച്ചേരി ഒന്നും ബുക്ക് ചെയ്യണ്ട തന്നോട് പറഞ്ഞിരുന്നതല്ലേ? അല്ല, ഇത് നേരത്തെ ബുക്ക് ചെയ്തതാ. ക്യാൻസൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാം ആയതുകൊണ്ട്. ഇത് കഷ്ടം. നോക്കണേ, നാളെ എന്റെ മകന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുക ഇവിടെ. അതിന്റെ തിരക്കില എല്ലാരും. അതിന്റെ ഇടയിൽ പെട്ടെന്നൊരു യാത്ര എന്നൊക്കെ പറഞ്ഞ. അല്ല, ഇവിടുന്ന് അധികം ദൂരമില്ല. കച്ചേരി കഴിഞ്ഞാൽ രാത്രി ഒരു 10-10:30 നമുക്ക് ഇങ്ങനെ തിരിച്ചെത്താം. എന്താ ചെയ്യാ ഇപ്പോ? ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട. ഏതായാലും ബുക്ക് ചെയ്ത പ്രോഗ്രാം മുടക്കണ്ട. സന്തോഷായിട്ട് പോയി വരൂ.
ഒന്ന് നിർത്തു വാവേ നിൽക്കൂ അച്ഛൻ ഇവിടെ പോണേണ്. ആ ബാൻഡ് സെറ്റ് മുഴുവനും ഉണ്ടല്ല. എത്തി ഇപ്പൊ എത്തിയുള്ളൂ. ഇന്നൊരു കച്ചേരി ഏറ്റിരുന്നു, മറന്നു കിടക്കായിരുന്നു. പോവാതെ തരല്ല. ഒരു 10 മണിയാകുമ്പോഴേക്കും അച്ഛൻ എത്തിക്കോളാം. എന്നാ ഞാനും വരാം. തനിക്ക് ഇവിടെ ഒരുപാട് ചുമതലയില്ലേ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ശരി, എന്നാ അച്ഛൻ പോയി തിരക്കേച്ചുമ്പോ. നിർത്തണ്ട തിരുമേനി, പാടിക്കോ. തുടക്കം തന്നെ ഒരു മംഗളം പാടി അങ്ങ് അവസാനിപ്പിക്കാം. ശിവകുട്ടി, എന്തോ എന്താ എന്താ ഇത്? നിങ്ങൾ ആരാ? എന്തിനാ കള്ളത്തരം പറഞ്ഞ് കച്ചേരി ബുക്ക് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നേ? തിരുമേനിയോട് ഞങ്ങൾക്ക് യാതൊരു വ്യക്തിവൈരാഗ്യവുമില്ല. ഇയാളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത്. നിങ്ങൾ പണ്ടൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങളുടെ സമുദായത്തിന് നാണക്കേടുണ്ടാക്കി. അതും പോരാഞ്ഞ് ദേ ഇപ്പോ അതിലുണ്ടായ മകനെ ഹിന്ദുവായി വളർത്താതെ ക്രിസ്ത്യാനിയാക്കാനും പോകുന്നു. എന്താ ശരിയല്ലേ? അതുകൊണ്ട് ഈ സമുദായ ദ്രോഹി അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു. തിരുമേനി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ ഒരു തിരുമേനി, കള്ള തിരുമേനി, നിന്റെ മകനെ അച്ഛനകത്തോട്ട് കൊണ്ടുവയ്ക്കോ. ഞാൻ കൊണ്ടോ. എന്താ ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല തിരുമേനി. ഇവിടെ ഇരിക്കേ. ഭാവേ ഗായത്രി, അവർക്കൊന്നും സംഭവിക്കില്ല. അവിടെ ഇരുന്നാട്ടെ തിരുമേനി, ഇരുന്നാട്ടെ. അല്ല, അവിടെ ഇരുന്നാട്ടെ. ഇങ്ങോട്ട് പോകണ്ട. ചതിച്ചു. അച്ഛാ,
അച്ഛാ തിരുമേനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ തിരുമേനിക്കൊന്നും സംഭവിക്കില്ല. അച്ഛാ 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 ഞാനോ? ഇവക്ക് ഭ്രാന്താ. സ്വന്തം മോനെ പോലെ സ്നേഹിച്ചിട്ടും അദ്ദേഹത്തെ ഞാൻ ഇവര് നീ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ വേണ്ടെച്ചാ അവരോട് തന്നെ ആലോചിക്കുക. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നങ്ങോട്ട് വരാ, ഒരു കാര്യം പറയട്ടെ. അച്ഛന്റെ മരണാനന്തര ക്രിയകൾ ചെയ്യേണ്ടത് ഏക മകനായ ഇദ്ദേഹമാണ്. പക്ഷേ വിധിപ്രകാരം കർമ്മം ചെയ്യുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. മേപ്പത്തൂരിന്റെ മകനാണെങ്കിലും ഇദ്ദേഹം ഇതേവരെ ബ്രാഹ്മണനെ സ്വീകരിച്ചിട്ടില്ല. മനസ്താവപ്പെടേണ്ടതില്ല, പരിഹാരങ്ങളുണ്ട്. പ്രായശ്ചിത്തം ചെയ്ത് ഉടനൊരു ഉപവീതം ധരിച്ച് ബ്രാഹ്മണനെ സ്വീകരിക്കുക, എന്നിട്ട് അച്ഛന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക. അല്ല, ഇയാള് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. കർമ്മങ്ങൾ മറ്റാരെ കൊണ്ടെങ്കിലും. മകൻ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അതിന് തയ്യാറാവും തോന്നുന്നില്ല. കർമ്മങ്ങൾ ചെയ്യാതെ അനാഥപ്രേതം പോലെ അടക്കിയാൽ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല. എന്താ, അങ്ങനെ വേണമെന്നുണ്ടോ? അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഒരു മകന്റെ കടമയാണ്. അത് നിറവേറ്റാൻ നീ ബ്രാഹ്മണനെ സ്വീകരിക്കണം. ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതെ വയ്യ. എന്റെ മകളെ വിവാഹം കഴിക്കുന്നവൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണമെന്ന നിർബന്ധമുണ്ട് എനിക്ക്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. എന്റെ അച്ഛന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ മകനാണെന്നും പറഞ്ഞ് നടക്കണില്ല. എന്താകത്തുള്ളൂ. നീ എന്നോട് ക്ഷമിക്കും.